മലപ്പുറത്ത് സെവൻസ് കളിക്കാനെത്തിയ വിദേശ താരത്തെ പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി. 2 മത്സരങ്ങൾക്കായി 5000 രൂപ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഭക്ഷണത്തിന് പോലും പണം നൽകിയില്ലെന്ന് ഐവറി കോസ്റ്റ് താരം കാങ്കെ കുവാസി. Yes. No problem. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ചേരുകയാണ്. അരുൺ, കളിക്കാനായി എത്തിയതാണെങ്കിലും നമ്മുടെ നാട്ടിൽ അതിഥിയായി എത്തിയ ഒരാളാണ്. അദ്ദേഹത്തിനെ ഇങ്ങനെയൊരു നിസ്സഹായ അവസ്ഥയിൽ, ഇങ്ങനെയൊരു വൈകാരികമായി അദ്ദേഹത്തിനെ കരയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണ്? ആരാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ 5000 രൂപ, വെറും 5000 രൂപ മാത്രമാണ്, അതായത് അങ്ങനെ ഒരു വഞ്ചനയൊക്കെ നടത്തിയത് ആരാണ്? പക്ഷേ അതായത് ജാനുവരിയിലാണ് ഈ താരം ആഫ്രിക്കയിൽ നിന്ന് കൊൽക്കത്തയിൽ എത്തുന്നത്. അവിടെ നിന്ന് മലപ്പുറത്തേക്ക് എത്തുന്നത്. മഞ്ചേരിയിലെ നെല്ലിക്കൂട്ട് എഫ്സിക്ക് വേണ്ടി കളിക്കാനാണ് താരം എത്തിയത്. താരത്തിന്റെ കൂടെ സുഹൃത്തുക്കൾ ആരും ഉണ്ടായിരുന്നില്ല, മറ്റു താരങ്ങളുണ്ടായിരുന്നു. അവരൊന്ന് പരിചയമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ മഞ്ചേരിയിലെത്തി, മഞ്ചേരിയിലെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു. 2 മത്സരങ്ങൾ നെല്ലിക്കൂട്ട് എഫ്സിക്കായി കളിച്ചു. സാധാരണ രീതിയിൽ സെവൻസിന്റെ രീതി എന്നാൽ ഈ ടിക്കറ്റുകൾ, ഫ്ലൈറ്റ് ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തു നൽകും. ഒപ്പം തന്നെ ഭക്ഷണവും താമസ സൗകര്യവും നൽകും. ഈ 5000, 6000 അത് ഈ പ്ലെയേഴ്സിന്റെ മികവിനനുസരിച്ച് ആ രീതിയിൽ തന്നെയുള്ള തുക തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഭക്ഷണം പോലും നൽകിയില്ല. പിന്നീട് ഒരു കോൺടാക്റ്റും ഉണ്ടായില്ല. ഡൽഹിയിൽ നിന്ന് മറ്റ് കുറച്ച് താരങ്ങൾ വന്നിരുന്നു, ആഫ്രിക്കൻ താരങ്ങൾ വന്നിരുന്നു. അവർ സഹായിച്ചൊക്കെയാണ് ഇത്രയും ദിനങ്ങളിൽ ഭക്ഷണം കഴിച്ചത്. നമുക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഫ്രഞ്ച് മാത്രമേ വശമുള്ളൂ. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പോൾ പറയുന്നത് ഈ 3-4 ദിവസങ്ങളൊക്കെ മാത്രം ഭക്ഷണം കഴിച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്, ജനുവരി മുതൽ ഇങ്ങോട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ജൂലൈ 3-ന് വിസ കാലാവധി തീരുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ആദ്യമാണ്. അതിന് വളരെ ഒരു ആശങ്കയോടുകൂടിയാണ് ഇന്ന് മലപ്പുറം എസ് പി ഓഫീസിലെത്തിയത്. ഇന്ന് രാവിലെ പോലീസാണ് ഭക്ഷണം വാങ്ങി നൽകിയതിനു ശേഷം യുവാവ് പൊട്ടിക്കരയുകയാണ്. ഇപ്പോഴും ഈ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ മലപ്പുറം എസ് പി ഈ ഒരു ഏജന്റിന്റെ നമ്പർ മാത്രമാണ് ഇയാളുടെ കയ്യിലുള്ളത്. അതായത് മഞ്ചേരി നെല്ലിക്കൂട്ട് എഫ് സിയിലേക്ക് ഇദ്ദേഹത്തെ കളിക്കാനെത്തിച്ച ആ ഏജന്റിന്റെ നമ്പർ മാത്രം കൈവശമുണ്ട്. അപ്പോൾ മലപ്പുറം എസ് പി ഈ ഏജന്റിനെ വിളിച്ച് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അപ്പോഴേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ജൂലൈ 3-ന് വിസ കാലാവധി തീരാനിരിക്കുകയാണ്. അതിന്റെ ഒരു ആശങ്കയാണ് ഈ യുവാവ് എന്തായാലും പ്രകടമാക്കുന്നത്. വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. തീർത്തും ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ വിസ കാലാവധി കൂടി തീരാനാകുമ്പോഴാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലെന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരാൾക്ക് പറയേണ്ടി വരുന്നത്.